ഹായ്, വെൽക്കം ടു ട്രിപ്പിൾ ICS. നമ്മുടെ CSCT രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ICSIയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ICSIയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെയാണ് നമുക്ക് കാണാം. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ ആദ്യം വന്നതാണ് ഞങ്ങൾ CSCT രജിസ്ട്രേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? CSCT രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ടാബ് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു താഴെയുള്ള പ്രൊസീഡ് ടു CSCT രജിസ്ട്രേഷൻ കണ്ടോ, അത് ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളെ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു കാര്യങ്ങൾ, അതായത് ഈ ഒരു ടിക്ക് ബോക്സ് കണ്ടങ്ങൾ, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ഡേറ്റ് ഓഫ് ബർത്ത്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. ആ ടിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? താഴത്തുള്ള പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷന്, ID പ്രൂഫ്, ഇതെന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അവിടെ ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതെന്താണ് ചെയ്യാത്തത്? നമ്മൾ ജനറൽ അല്ലാത്തവർ മാത്രമാണ് എന്ത് അത് ടിക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെ ടിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ട് അവസാനം ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളിത് ടിക്ക്, അതായത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്താവണം? നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ആ ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആവുന്നത് എങ്ങനെയാണ്? അതായത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനുള്ള ഒരു പേജാണ് നമുക്ക് എന്ത് ചെയ്യുക? ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇതിൽ കറക്റ്റായിട്ട് നമ്മളെ ബേസിക് ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ എന്താണ്? ക്വാളിഫിക്കേഷൻ. ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, അതായത് +2 ആണെങ്കിൽ +2, അല്ലെങ്കിൽ 10th ആണെങ്കിൽ 10th എന്നുള്ളത് എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യണം. നമ്മുടെ ക്വാളിഫിക്കേഷൻ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഓരോ ബേസിക് ഇൻഫർമേഷൻ ആയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. ആദ്യം നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മുടെ ടൈറ്റിൽ, ഇപ്പോൾ മിസ്റ്റർ ആണെങ്കിൽ മിസ്റ്റർ, അല്ലെങ്കിൽ മിസ് ആണെങ്കിൽ മിസ്, എന്ത് ചെയ്യുക? നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ ടൈറ്റിലൊന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം, നമ്മളെ 10th സർട്ടിഫിക്കറ്റ് കറക്റ്റ് ശ്രദ്ധിക്കണം. നമ്മുടെ നെയിം എന്ത് ചെയ്യരുത്? ഒരിക്കലും മാറരുത്. നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എങ്ങനെയാണോ അതിൽ വരുന്നത് അതനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ പേരുകൾ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളെ ഫസ്റ്റ് നെയിം നമ്മൾ കൊടുക്കണം. അതിനുശേഷം മിഡിൽ നെയിം ഉണ്ടെങ്കിൽ മിഡിൽ നെയിം കൊടുക്കുക. ഇനി ലാസ്റ്റ് നെയിം എന്ത് ചെയ്യുക? അവസാനം ലാസ്റ്റ് നെയിം ആയിട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ ജെൻഡർ എന്ത് ചെയ്യുക? ജെൻഡർ കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കാറ്റഗറി എന്ത് ചെയ്യണം? നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മുടെ കാറ്റഗറി കൊടുത്തതിന് ശേഷം ബാക്കി ഫില്ല് ചെയ്യുന്ന ടൈമിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ അടുത്തായിട്ട് ഫില്ല് ചെയ്യാൻ വരുന്നതാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ നാഷണാലിറ്റി, അത് ഇന്ത്യൻ എന്ന് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ ഫോൺ നമ്പർ. ഫോൺ നമ്പർ ഫില്ല് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കണം. നമ്മൾ 10 നമ്പറുള്ള ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എറർ എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോൺ നമ്പർ ഫില്ല് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു 0 എന്ത് ചെയ്യുക? അവിടെ കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ആവും. പിന്നെ താഴത്തോട്ട് വരുന്ന ടൈമിൽ മൊബൈൽ നമ്പർ ഉണ്ട്, അത് നിങ്ങൾ 10 നമ്പറായിട്ട് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ ആ മൊബൈൽ നമ്പർ അഗെയിൻ ഒന്ന് എന്ത് ചെയ്യുക? റീ എൻ്റർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ഇമെയിൽ വരുന്നുണ്ട്, അതും അതേപോലെ ഇമെയിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ റീ എൻ്റർ ചെയ്യുക. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ വെന്യൂ ഫോർ മാൻഡറ്ററി സ്റ്റുഡൻറ്റ് ഇൻഡക്ഷൻ പ്രോഗ്രാം. അടുത്തതായി വരുന്നതാണ് വെന്യൂ ഫോർ മാൻഡറ്ററി സ്റ്റുഡൻറ്റ് ഇൻഡക്ഷൻ പ്രോഗ്രാം. അതായത് നമ്മുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം. നമ്മുടെ CSCTൻ്റെ എക്സാം എഴുതുന്നതിൻ്റെ മുമ്പായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എവിടെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു പ്ലേസ് എന്ത് ചെയ്യുക? ഇതിൽ കൊടുക്കുക. ഇതിലാണെന്നുണ്ടെങ്കിൽ പാലക്കാട്, തൃശ്ശൂർ, കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ളത് ഏതാണ്? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എവിടെയാണോ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ അഡ്രസ്സ്. അഡ്രസ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്രസ്സ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റേറ്റ്, അതേപോലെ സിറ്റി, പിൻകോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം അതൊന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? റീ എൻ്റർ ചെയ്യണം. ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതവിടെ കാണിക്കണം. ഇനി ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നെക്സ്റ്റിലോട്ട് പോകേണ്ടത്. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അവസാനം നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ഇതേപോലൊരു യുണീക്ക് ID നമുക്ക് വരും. ആ യുണീക്ക് ID നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സേവ് ചെയ്ത് വെക്കണം. ഇവിടെ വരും. അതേപോലെ തന്നെ നമ്മൾ തൊട്ട് മുൻപ് ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത ടൈമിൽ നമ്മൾ എന്തെടുത്തു? നമ്മുടെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇമെയിലിലേക്കും എന്ത് വരും? നമ്മൾ ഇതേപോലെ നമ്മുടെ ID വരും. അപ്പോൾ അതെന്ത് ചെയ്യുക? ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ലോഗൗട്ട് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ID വെച്ചിട്ട് നമ്മൾ എവിടെയാണോ നിർത്തിയിട്ടുള്ളത് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മൾ എന്തിനാണ് നമ്മുടെ യുണീക്ക് ID സേവ് ചെയ്ത് വെക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനി ഏതെങ്കിലും സ്റ്റേജിലായിട്ട് നമ്മൾ ഈ ഒരു പേജ് ലോഗൗട്ടായി പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇനി ആദ്യം മുതൽ ന്യൂ CSCT രജിസ്ട്രേഷൻ മുതൽ ചെയ്യണം? വേണ്ട. ഇവിടെ നിങ്ങൾ കണ്ടോ നമ്മുടെ ഇൻകംപ്ലീറ്റ് CSCT രജിസ്ട്രേഷൻ, അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോവുക. നമ്മുടെ യുണീക്ക് IDയും അതേപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിർത്തിയിട്ടുള്ളത് അങ്ങോട്ടേക്ക് എന്താവും? നമ്മുടെ ഈ ഒരു പേജ് പോകും. ഇനി നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം. ഇവിടെ നിങ്ങൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് വരുന്ന ടൈമിൽ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിൽ നിങ്ങൾ ഫാദറിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ കറക്റ്റ് നെയിമും മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം. ഇനി നിങ്ങൾ സ്പൗസിൻ്റെതാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്പൗസിൻ്റെ നെയിമും മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും കറക്റ്റ് കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, മദറിൻ്റെ നെയിം, മദറിൻ്റെ മൊബൈൽ നമ്പർ, മദറിൻ്റെ ഇമെയിൽ ID എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മുടെ ഫാദറിൻ്റെയും മദറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. അതായത് നിങ്ങൾ 12th പാസ്സായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ 10th ഡീറ്റെയിൽസും അതേപോലെ തന്നെ 12th ഡീറ്റെയിൽസും കൊടുക്കണം. ഡീറ്റെയിൽസ് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നെയിം ഓഫ് ദ സ്കൂൾ ഉണ്ടാവും. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഏത് 10th പഠിച്ചിട്ടുള്ള സ്കൂളിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ എക്സാം പാസ്ഡ്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനം പോകുന്ന ടൈമിൽ അവിടെ എന്തുണ്ടാവും, 10th എന്നുണ്ടാവും. അപ്പോൾ 10th നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി യൂണിവേഴ്സിറ്റി ബോർഡിൻ്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ CBSE ആണെങ്കിൽ CBSE, സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്, ഇനി വേറെ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത് കൊടുക്കണം. പിന്നെ മെയിൻ സബ്ജക്റ്റിൻ്റെ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ജനറൽ എന്ന് കൊടുക്കുക. പിന്നെ എക്സാം പാസ്ഡ്, അതായത് 10th നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായിട്ടുള്ളത് നിങ്ങൾ ആ ഇയർ കൊടുക്കുക. ഇനി നിങ്ങൾ 12th ഡീറ്റെയിൽസും ഇതേപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, സീരിയൽ നമ്പർ 2 വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ആഡ് മോർ എന്നുള്ള ആ ഒരു പ്ലസ് ഓപ്ഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. 12th ഡീറ്റെയിൽസ് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ബോർഡ് കറക്റ്റ് കൊടുക്കണം. മെയിൻ സബ്ജക്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, ഇനി സയൻസ് ആണെങ്കിൽ സയൻസ്, ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക, ഏത് സ്ട്രീമാണെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ എക്സാം പാസ്ഡ് ഇയർ, അതായത് നിങ്ങൾ 2026 +2 പാസ്സായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 2026 കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, 10th പോലെ തന്നെ 12th ഡീറ്റെയിൽസും കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നതാണ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ CS, നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളതെന്ന്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മൾ ഇതാണ്. അപ്പോൾ ഇനി ബാക്കി വരുന്നതാണ് ഇത്, നമ്മൾ ക്ലാസ് ഒപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നോ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒപ്റ്റ് ഫോർ ദ ക്ലാസ് റൂം ടീച്ചിങ് സെൻറ്റേഴ്സ് എന്നുള്ളത് നോ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം എന്ത് ചെയ്യണം, ഈ ഒരു പേജിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും സൈസാണ്. നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും സൈസാണ്. നിർബന്ധമായിട്ടും അത് 20 to 50 KB ഉള്ളിലായിരിക്കും. അതേപോലെ തന്നെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചൂസ് ഫയൽ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോ. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോഴാണ് ഈ ഒരു ബോക്സിലേക്ക് എന്താവുക, നമ്മുടെ ഇമേജ് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സിഗ്നേച്ചറും എന്ത് ചെയ്യുക, ഈ ചൂസ് ഫയൽ എന്നുള്ളത് ടാപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ബോക്സിലോട്ട് വരാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അപ്ലോഡ് ബട്ടൺ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. നമ്മുടെ ഇമേജും സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യണം, നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് എന്ന് പറയുന്ന ഈ ഒരു താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ 10th or +2 മാർക്ക് ഷീറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഏതാ ഇയർ എന്ന് വെച്ചാൽ ഇയർ കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഫയൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഏതാണോ ഫയൽ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ബട്ടൺ അമർത്തുമ്പോഴാണ് എന്ത് ഈ താഴത്തോട്ട് ആ ഡോക്യുമെന്റ് വരിക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ +2 മാർക്ക് ഷീറ്റ്, നമ്മൾ +2 മാർക്ക് ഷീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മൾ 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതേപോലെ 10th സർട്ടിഫിക്കറ്റ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. ഏത് ഇയറിലാണ് നമ്മൾ 10th കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഇയർ ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ആ ഫയൽ നമ്മൾ സെലക്ട് ആക്കിയിട്ട് അപ്ലോഡ് ബട്ടൺ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ID പ്രൂഫായിട്ട് നമ്മുടെ ആധാർ കാർഡോ പാസ്പോർട്ടോ പാൻ കാർഡോ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ. നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എല്ലാ നമ്മുടെ സർട്ടിഫിക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സും അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അപ്ലോഡ് ആക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് മാക്സിമം 2 MB ആണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതിനുശേഷം എല്ലാം അപ്ലോഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇമേജ് അതേപോലെ സിഗ്നേച്ചർ നിർബന്ധമായിട്ട് JPG ഫോർമാറ്റിലും ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം എന്താവണം, PDF കൂടെ ആവണം. പിന്നെ അതേപോലെ അതിൻ്റെ സൈസിൻ്റെ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ നെയിം, അതായത് നിങ്ങൾ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ടൈമിൽ ആ ഫയലിൻ്റെ നെയിം ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെന്താവണം, നിർബന്ധമായിട്ട് ലെറ്റേഴ്സിലാവണം. അതേപോലെ ഒരുപാട് നീളമുള്ള നെയിമൊന്നും നിങ്ങൾ ഇടരുത്.
അതും കൂടെ എന്ത് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നെക്സ്റ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ടിക്ക് ബോക്സ് ഇവിടെ നമ്മുടെ കൺസെന്റ് കൊടുക്കുന്നത് ഈ ടിക്ക് ബോക്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ടിക്ക് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അടുത്തതായി വരുന്നതാണ് നമ്മുടെ പ്രിവ്യൂ പേജ്. നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പേജാണ് പ്രിവ്യൂ പേജ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആണോ എന്നുള്ളത് അവിടെ നിങ്ങൾ ചെക്ക് ചെയ്യണം, എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് പേയ്മെന്റിന്റെ പേജിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കൺഫേം ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പേയ്മെന്റ് ഓപ്ഷനിലോട്ട് എന്ത് ചെയ്യും, നമ്മുടെ പേജ് പോകും. നമ്മൾ കൺഫേം ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഇങ്ങനെ. നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെന്റിന്റെ ഗേറ്റ് വേ, അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തുണ്ടാവും, ബിൽഡ് ഡെസ്കിന്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ബിൽഡ് ഡെസ്ക് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ് നമുക്ക് ഇവിടെ വരുന്നുണ്ടാവുക. നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് UPI വഴിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം, UPI സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഷോ QR കോഡ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്യുക. ഇനി കാർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡിൻ്റെ നമ്പറും അതേപോലെ തന്നെ എക്സ്പയർ ആവുന്ന ആ ഡേറ്റും കറക്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ ഒരു റെസിപ്റ്റാണ് വരുന്നുണ്ടാവുക. ഇതെല്ലാവരും എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ CA CET രജിസ്ട്രേഷൻ പ്രോസസ്സ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.